ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളാണ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: മോശെ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ മോശ ഈ പറയുന്ന ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം. മോശ പറയുകയാണ്, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോക എന്ന് ദൈവമേ നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. ഏത് ജനത്തെയാണ് എന്ന് നമുക്കറിയാം. ഈ ജനത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ദൈവത്തിൻ്റെ കൃപകളനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ചിട്ട് ദുഷ്ടാഠ്യമുള്ള ഒരു ജനത്തെയാണ് മോശയോട് പറയുന്നത് കൂട്ടിക്കൊണ്ടു പോക എന്ന് പറയുന്നത്. നമുക്കറിയാം, മോശ സീനായി മലയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. എന്നാൽ മോശ വരുവാൻ താമസിച്ചപ്പോൾ ജനം അഹരോനോട് പറയുകയാണ്, മോശ ഇറങ്ങി വരുവാൻ താമസിക്കുന്നുവല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കുവാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന ഒരു ക്ഷമയില്ലാത്ത ജനമാണ് ഇസ്രായേൽ ജനമെന്ന് 32-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇത്രയും ജനം അഹരോനോട് പറയുമ്പോൾ, അഹരോന്റെ നേരെ ആർഗ്യുമെന്റ് ചെയ്യുമ്പോൾ അഹരോന് അത് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിന് ഉദാഹരണം നമുക്കറിയാം. നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ്. നമുക്കറിയാം, സർവീസ് സെന്ററിൽ നിന്ന് ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കാണ് തന്നെ പലപ്പോഴും ദേഷ്യം തോന്നാറുണ്ട്. ഒരു വ്യക്തി തന്നെ നമ്മളെ വിളിച്ച് പലപ്പോഴും ആവശ്യപ്പെടുമ്പോൾ ദേഷ്യം വരുന്നു എങ്കിൽ, ഇത്രയും വലിയൊരു ജനസമൂഹം അഹരോന് നേരെ ഇത്രയും പറയുമ്പോൾ എന്തുമാത്രം ദേഷ്യം വന്നിരിക്കുമെന്ന് നാം ചിന്തിക്കണം. അങ്ങനെ ഒരു ജനത്തെയാണ് ദൈവം പറയുന്നത് വീണ്ടും കൂട്ടിക്കൊണ്ട് പോക എന്ന് പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ മോശ ദൈവത്തിൽ നിന്നും കേൾക്കുവാൻ തയ്യാറായി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മോശയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. അപ്പോൾ ദൈവത്തിൽ നിന്നും കേൾക്കുവാൻ മനസ്സുള്ള ഒരു മോശയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ആവശ്യം. പലപ്പോഴും ദൈവത്തിൽ നിന്നും കേൾക്കുവാനോ ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാനോ നാം സമയം കണ്ടെത്താറില്ല. ദൈവസന്നിധിയിൽ പലപ്പോഴും മുട്ടുകൾ മടക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഭവനത്തിൽ പോകുവാൻ കഴിഞ്ഞ മാസം ഒരു ഭവനത്തിൽ പോകുവാനിടയായി തീർന്നു. ആ ഭവനവുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ആലപ്പുഴയിൽ ഒരു ധ്യാന കേന്ദ്രമുണ്ട്, അവിടെ ഞാനൊന്ന് പോകുവാനിടയായി തീർന്നു എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, അവിടെ പോയി എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. അവർ അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ ദൈവവചനം വായിക്കണം, പഠിക്കണം, പ്രാർത്ഥിക്കണം, ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. അതെൻ്റെ ജീവിതത്തിൽ വീട്ടിൽ വന്ന് ഞാൻ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ അനേക മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സഹോദരനോട് ചോദിച്ചു, ഇതിനു മുമ്പ് സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു, ഏകദേശം എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര മിനിറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ സഹോദരൻ്റെ മറുപടി എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു മറുപടിയാണ്. എന്നോട് പറഞ്ഞത് 2-3 മിനിറ്റ് ആയിരുന്നു ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന. ഒരു ക്രിസ്തീയ കുടുംബമാണ്, പിതാക്കന്മാര് ഒരാള് ആരാധിക്കപ്പെട്ടു വരുന്ന ഒരു കുടുംബമാണ്. എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോകുന്ന ഒരു ക്രിസ്തീയ ഭവനം. ആ ഭവനത്തിലെ ഒരു നേർക്കാഴ്ചയാണ് പറഞ്ഞത്. 2-3 മിനിറ്റ് ആയിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്, കുടുംബ പ്രാർത്ഥന നടത്തിയിരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ബൈബിള് ദൈവവചനം ഒന്നും വായിക്കത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ബ്രദറെ, ഞങ്ങൾ ഓടി വരും, ഒന്ന് പ്രാർത്ഥിക്കും, പെട്ടെന്ന് അങ്ങ് പിരിയും, ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തുവാൻ തുടങ്ങിയപ്പോൾ, ദൈവവചനം വായിക്കുവാൻ തുടങ്ങിയപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി എന്ന് എന്നോട് പറയുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, പലപ്പോഴും നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യം, പലപ്പോഴും ദൈവത്തിൽ നിന്നും കേൾക്കുവാനും ദൈവത്തിൻ്റെ ആലോചന എന്തെന്ന് മനസ്സിലാക്കുവാനും ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇവിടെ മോശ പറയുകയാണ്, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക, ഈ ജനത്തിനോട് പറഞ്ഞുവല്ലോ. അപ്പൊ ദൈവസന്നിധിയിൽ കേൾക്കുവാനുള്ളതായ ആ മോശ ആ ദൈവസന്നിധിയിൽ കടന്നു വന്നു. ഇത് തന്നെയാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
നാം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ നടുവിൽ കർത്താവേ അങ്ങ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങ് ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ഈ 2-3 പേരൊന്ന് കൂടി വന്നാൽ മാത്രമല്ലേ ഈ ദൈവത്തിന് അല്ലെ യേശു കർത്താവിന് നമ്മുടെ നടുവിലേക്കൊന്ന് ഇറങ്ങി വരുവാൻ സാധിക്കത്തുള്ളൂ. പലപ്പോഴും ഇതാണ് നമ്മുടെ സഭകളിലും നമ്മുടെ ചർച്ചകളിലൊക്കെ സംഭവിക്കുന്നത്. പലപ്പോഴും കൂടി വരുവാനോ ഒന്ന് പാടുവാനോ പ്രാർത്ഥിക്കുവാനോ മനസ്സില്ലാത്തതായ ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിന്റെ നടുവിൽ മോശ നമുക്ക് നല്ലൊരു മാതൃകയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും ദൈവത്തിൽ നിന്നും പ്രാർത്ഥിക്കാനും നമ്മുടെ ലഭ്യത ദൈവസന്നിധിയിൽ ആവശ്യമാണെന്ന് മോശ ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ, യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്ന് പറയുകയാണ്. നമുക്കറിയാം, ഇത് യോശുവയോട് ദൈവം പറയുന്നതായ ഒരു വാക്യമാണ് നാം ഇപ്പോൾ വായിച്ചത്. നമുക്കറിയാം, യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ മുന്നോട്ട് വരികയാണ്. അവര് എരിഹോ പട്ടണം പിടിച്ചടക്കി. ദൈവത്തിന്റെ നിയോഗത്താൽ എരിഹോ പട്ടണം പിടിച്ചടക്കി. അതിനുശേഷം അവര് ഹായ് പട്ടണം പിടിച്ചടക്കുവാൻ പോകുന്നതായ ഒരു അധ്യായമാണ് 7-ാം അധ്യായം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ആ പട്ടണം പിടിച്ചടക്കാൻ പോകുന്ന സാഹചര്യത്തില് അതിന്റെ 3-ാമത്തെ വാക്യം തൊട്ട് 3-ാമത്തെ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: യോശുവയുടെ അടുക്കൽ മടങ്ങി വന്ന അവനോട് ജനം എല്ലാം പോകണമെന്നില്ല, ഹായ് ജയിച്ചടക്കുവാൻ 2000-ഓ 3000-ഓ പോയാൽ മതി. എരിഹോ പട്ടണം പിടിച്ചടക്കുവാൻ ഒരു ജനസമൂഹം മുഴുവൻ പോയി അത് പിടിച്ചടക്കി. അവിടെ ദൈവം വിജയം നൽകി. എന്നാൽ ഞങ്ങൾ പോയി ഹായ് പട്ടണത്തെ ചുറ്റിയൊക്കെ കണ്ടു. അത് നിസ്സാരമാണ്. എരിഹോ പട്ടണത്തെ വെച്ച് നോക്കുമ്പോൾ ഹായ് പട്ടണം നമുക്ക് പിടിച്ചെടുക്കുവാൻ നിസ്സാരമാണ്. ദൈവം നമുക്ക് വിജയം നൽകി. ആ വിജയത്തിന്റെ അഹങ്കാരത്തിൽ ശരിക്കും പറഞ്ഞാൽ പറയുകയാണ്, 2000-ഓ 3000-ഓ ഒക്കെ പോയാൽ മതി, എല്ലാവരെയും കഷ്ടപ്പെടുത്തണമെന്നൊന്നുമില്ല, ഇത് നിസ്സാരമാണെന്ന് നോക്കുവാൻ പോയിട്ട് വന്നവര്, അത് 2000-ഓ 3000-ഓ ആയിട്ട് പോയവര് ഏകദേശം 36 പേരുടെ ജീവൻ പോയിട്ട് തോറ്റ് പരാജയപ്പെട്ട് വന്നിരിക്കുന്ന ഒരു അധ്യായമാണ് 7-ാം അധ്യായം. ഈ തോറ്റ് പരാജയപ്പെട്ട് വന്നപ്പോൾ യോശുവ ദൈവസന്നിധിയിൽ അവൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അതിന്റെ 6-ാം വാക്യം: യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗ വീട് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ജനം തോറ്റുപോയത്? ഹായ് പട്ടണം എരിഹോ പട്ടണം പിടിച്ചെടുക്കുവാൻ അനുകൂലമായി നിന്ന ദൈവകൃപ എന്തുകൊണ്ട് ഹായ് പട്ടണം പിടിച്ചെടുക്കുവാൻ അവരുടെ കൂടെ നിന്നില്ല? അവർ വിജയത്തിൽ മതി മറന്ന് പിടിച്ചെടുക്കുവാൻ ചെന്നപ്പോൾ 36 പേരുടെ ജീവൻ കളഞ്ഞ് തോറ്റ് മടങ്ങി വന്ന് യോശുവ ഇപ്പോൾ ദൈവസന്നിധിയിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ യോശുവയോട് ദൈവം പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയും നിന്റെ ഉപവാസവും ഒന്നും ഇവിടെ വേണ്ട, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്താണ് അത് ചെയ്യേണ്ടത്? ആമേൻ. നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നിങ്ങളുടെ നടുവിലെ ശാപം എടുത്ത് കളയണമെന്ന ദൈവം അവിടെ യോശുവയോട് അരുളി ചെയ്യുകയാണ്. എന്താണ് ശാപം? എരിഹോ പട്ടണം പിടിച്ചെടുക്കാൻ പോയപ്പോൾ ദൈവം പറഞ്ഞിരുന്നു, അതിന്റെ 17-ഉം 18-ാം വാക്യം പറഞ്ഞിരുന്നു, നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപഥാത്മത്വത്തിൽ വലുതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശപഥാത്മകമായ വസ്തുക്കളൊന്നും തൊടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിനെന്ന് അതിന്റെ 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എരിഹോ പട്ടണം പിടിച്ചടക്കുമ്പോൾ അവിടുന്ന് ഒന്നും കൊണ്ടുവരുതെന്ന് ദൈവം കൽപ്പിച്ചിരുന്നു എങ്കിലും ആ ഒരു ശാപം ഇസ്രായേൽ പാളയത്തിലേക്ക് വന്നതുകൊണ്ട് അവർ തോറ്റു മടങ്ങേണ്ടതായ ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം എന്തെല്ലാം പ്രാർത്ഥിച്ചാലും എങ്ങനെയെല്ലാം ദൈവസന്നിധിയിൽ നാം ആയിരുന്നാലും
വ്യവസ്ഥ കൂടാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ലെന്ന് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ട കാര്യങ്ങളെ മാറ്റണം. ദൈവസന്നിധിയിൽ മുട്ടുമടക്കേണ്ടതായ സമയത്ത് മുട്ടുമടക്കണം. ദൈവത്തിന് കൊടുക്കേണ്ടതായ സമയം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരമരുളുമെന്ന് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ശാപം? അന്ന് യോശുവയോട് പറയുകയാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയുകയില്ല എന്ന് അവൻ പറയുകയാണ്. അതിൽ 14-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ രാവിലെ ഗോത്രമായി അടുത്ത് വരണം. അപ്പോൾ തലേദിവസം രാത്രിയാണ് യോശുവയോട് ഈ കാര്യം പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, പിറ്റേ ദിവസം രാവിലെ ഗോത്രമായി ദൈവസന്നിധിയിൽ കടന്നു വരണമെന്ന്. അപ്പോൾ ഒരു രാത്രി മുഴുവൻ അവിടെ ഉണ്ട്. തലേ ദിവസമാണ് പറയുന്നത്, പിറ്റേ ദിവസം രാവിലെയാണ് ദൈവസന്നിധിയിൽ കടന്നു വരണമെന്ന് ദൈവം അരുളി ചെയ്യുമ്പോൾ ഒരു രാത്രി മുഴുവൻ യോശുവയ്ക്കും ഇസ്രായേൽ മക്കൾക്കും ദൈവം സമയം കൊടുക്കുകയാണ്. അവൻ ദൈവസന്നിധിയിൽ ചെയ്ത തെറ്റുകളെ ഏറ്റുപറയുവാൻ ഒരു രാത്രി മുഴുവൻ സമയം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അന്ന് രാത്രി യോശുവ ഒരു പക്ഷേ ഉറങ്ങിയിട്ടുണ്ടാകത്തില്ല. അന്ന് രാത്രി യോശുവ മുഴുവൻ തന്റെ ജനത്തോട് പങ്കുവച്ചിരിക്കാം. ദൈവം ഇപ്രകാരം പറഞ്ഞുവല്ലോ, ആരാണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ ഒരു വ്യക്തി പോലും അന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന അല്ലെങ്കിൽ യോശുവയോട് തന്റെ തെറ്റുകളെ ഏറ്റുപറയുന്നതായിട്ട് ഈ ഭാഗം പഠിപ്പിക്കുന്നില്ല. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരുമ്പോൾ, കുറ്റങ്ങൾ വരുമ്പോൾ ദൈവം നമുക്കൊരു സമയം നൽകും. ദൈവസന്നിധിയിൽ നമ്മുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറയുവാൻ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ ദൈവം നമുക്കൊരു സമയം നൽകും. എന്നാൽ ആ സമയത്ത് നാം ദൈവസന്നിധിയിൽ നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയുവാൻ സാധിച്ചില്ല എങ്കിൽ വലിയ അനർത്ഥമാണ് വരുന്നതിന്റെ താഴോട്ടുള്ള ഭാഗം നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. ഇതിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, അവന്റെ കുടുംബത്തെ ആളാം പ്രതി വരുത്തി യഹൂദ ഗോത്രത്തിൽ സേരിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ പിടിക്കപ്പെട്ടു എന്ന് ആ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ആഖാനാണ് ഇവിടെ തെറ്റ് ചെയ്തത്. ആഖാൻ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം, ദൈവം എങ്ങനെ എന്നെ പിടിക്കും? ഒത്തിരി ആഹാന്മാരുണ്ടല്ലോ, ഒത്തിരി പേരുണ്ടല്ലോ, പിന്നെ എങ്ങനെ ദൈവം എങ്ങനെ പിടിക്കുമെന്ന് ചിന്തിച്ചിരിക്കാം. അങ്ങനെ ചിന്തിച്ച ആഹാന്റെ പിതാവിന്റെ പേര് പറഞ്ഞ്, ഗോത്രത്തിന്റെ പേര് പറഞ്ഞ്, പിതാക്കന്മാരുടെ പേര് പറഞ്ഞ് വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ദൈവം നമ്മളെ പിടിക്കത്തില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരും നമ്മളെ പിടിക്കത്തില്ല എന്നുള്ളത് അത് വെറും നമ്മുടെ മൂഢമായ ചിന്തയാണെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. ആഖാൻ ഇവിടെ ഈ 18-ാം വാക്യം വായിക്കുമ്പോൾ, യഹൂദ ഗോത്രത്തിൽ സേരിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ പിടിക്കപ്പെട്ടു. എന്ത് വ്യക്തമായ ചരിത്രം! അത് അവരുടെ തലമുറകളുടെ പേര് പറഞ്ഞ്, പിതാക്കന്മാരുടെ പേര് പറഞ്ഞാണ് ദൈവസന്നിധിയിൽ ദൈവം ആഖാനെ പിടിക്കുന്നത് എന്ന് ഇവിടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുമടക്കണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുക ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചാൽ ദൈവസന്നിധിയിൽ ഏറ്റു പറയണമെന്ന് ആ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മോശ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിട്ട് പറയുകയാണ്, നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആര് എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല എന്ന് പറയുകയാണ്. അപ്പൊ ദൈവത്തിൽ നിന്നും കേൾക്കുവാൻ നാം തയ്യാറാകണം. അതിന്റെ താഴെയുള്ള ഭാഗം പഠിക്കുമ്പോൾ 13-ാം വാക്യം, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്ന് മോശ പറയുകയാണ്. നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ദൈവത്തിൽ നിന്ന് പഠിക്കുവാൻ അല്ല കേൾക്കുവാൻ തയ്യാറുള്ളതായ ഒരു മോശ, നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും? നാം ഒക്കെ വളരെ ആഗ്രഹമുള്ളവരായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരായി തീരാം. എന്നാൽ നാം ഒരിക്കലും മറ്റുള്ളവരെ പോലെ ആകുവാൻ ശ്രമിക്കരുത്. ദൈവം നമുക്ക് ഒരു വഴി തന്നിട്ടുണ്ട്, അല്ലെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായി തീരുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും എൻ്റെ വല്യമ്മച്ചി നല്ല പഴഞ്ചൊല്ല് പറയുന്ന
ഒരു അമ്മച്ചിയായിരുന്നു. പലപ്പോഴും പല പഴഞ്ചൊല്ലുകൾ പറഞ്ഞ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. എന്നോട് പറയും, പൊന്നത്തടിയന് എന്തിനു കൊള്ളാം, വലിയ പെരയ്ക്ക് തൂണിന് കൊള്ളാം. അവിടെ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, എല്ലാവരുടെയും കണ്ടത്തിൽ കാണുന്നതായ നെല്ല് കണ്ടുകൊണ്ട് സ്വന്തം മുറ്റത്ത് നാം മെതിക്കരുതെന്ന് എന്നോട് പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ സാരം ഇതാണ്: ദൈവം നമ്മളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു, ദൈവം എന്നെക്കുറിച്ച് ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, അതായി തീരുവാനാണ് ഞാൻ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഞാൻ മറ്റുള്ളവരെ പോലെ വലിയ ആളാകുവാനോ മറ്റുള്ളവരുടെ രീതിയിലേക്ക് നമ്മളെ ചിന്താഗതികളെ മാറ്റിയിട്ട് പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ മോശ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നമ്മുടെ ഓരോ ദിവസവും പ്രാർത്ഥന അതായിരിക്കണം: ദൈവമേ, നീ എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, അത് ഞാനായിത്തീരുവാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കത്തുള്ളൂ. സങ്കീർത്തനക്കാരൻ അതാണ് 86-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്ന് പറയുന്നുണ്ടല്ലോ. മൂന്നാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, അതിന്റെ 14-15 വാക്യം വായിക്കുമ്പോൾ, ആമേൻ, അവൻ എൻ്റെ സാന്നിധ്യം നിന്നോട് എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിപ്പിക്കരുത് എന്ന് പറയുകയാണ്. മോശ പറയുകയാണ്, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പോകുവാൻ അനുവദിക്കരുത് എന്ന് പറയുകയാണ്. ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. കർത്താവേ, ഞങ്ങൾ എവിടെ പോയെന്ന് പറഞ്ഞാലും എവിടെ ആയിരുന്നാലും കർത്താവേ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇല്ല എങ്കിൽ, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ വരുന്നില്ല എങ്കിൽ നാം എവിടെ പോയാലും നാം വിജയിക്കത്തില്ല. നാം എന്തെല്ലാം പ്രവർത്തികൾ ചെയ്താലും അതെല്ലാം പരാജയമായിരിക്കും എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും കൂടെ വരണമെന്ന് മോശ ആഗ്രഹിച്ചതുപോലെ നമുക്കും ആഗ്രഹിക്കുവാൻ സാധിക്കണം. ആ ദൈവ സാന്നിധ്യം ഇല്ല എങ്കിൽ നാം പോകുന്ന വഴികളിൽ നമ്മുടെ തലമുറകളെല്ലാം പരാജയപ്പെട്ടു പോകും. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുമെന്ന ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ സാമൂഹിക ജീവിതത്തിൽ എപ്പോഴും കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക ചെയ്യുന്നത്. അതിന്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കുമെന്ന് പറയുകയാണ്. ആമേൻ. ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ആഗ്രഹിക്കുന്ന മോശയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ആഗ്രഹിക്കുന്ന മോശ. ഇത് തന്നെയായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹം. ദൈവത്തിന്റെ മഹത്വമായിരിക്കണം നമ്മുടെ മുമ്പിൽ കാണേണ്ടത്. മറ്റുള്ളവരുടെ ഉയർച്ചയോ മറ്റുള്ളവരുടെ മഹത്വം ഒന്നുമല്ല നാം കാണേണ്ടത്. ദൈവത്തിന്റെ മഹത്വം കാണുവാനും അത് അന്വേഷിക്കുന്നവരായി തീരണം. ദൈവത്തിന്റെ മഹത്വം നാം അന്വേഷിക്കുന്നവരായി തീരണമെന്ന് മോശ നമ്മളെ പഠിപ്പിക്കുക. ഇത് മോശ കണ്ടോ ഇവിടെ പറയുകയാണ്, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് മോശ പറയുന്നു. നിന്റെ തേജസ് എന്നെ കാണിച്ചു തരണമേ എന്ന് മോശ പറയുകയാണ്. ആ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളുന്നവരായി തീരണം. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടാൽ നാം എവിടെ പോയെന്ന് പറഞ്ഞാലും നാം പരാജിതമായി തീരത്തില്ല. നമ്മുടെ ജീവിതം വിജയമായി തീരുമെന്ന് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. മോശ 4 കാര്യങ്ങളാണ് ഇവിടെ നമ്മളെ പഠിപ്പിച്ചത്. 1, ദൈവത്തിന്റെ മുമ്പിൽ മോശത്തിനെ ലഭ്യമാക്കി കൊടുത്തു. ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടി മോശത്തിനെ ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് നാം കണ്ടു. പിന്നെ ദൈവത്തിൽ നിന്ന് പഠിക്കുവാൻ മോശ ശ്രമിക്കുന്ന മോശയെ നമുക്കിവിടെ കാണുവാൻ സാധിച്ചു. ദൈവമേ, നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ദൈവത്തിന്റെ വഴികളെ പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന മോശ. പിന്നെ ദൈവത്തിന്റെ ആ വലിയ പരിശുദ്ധാത്മാവിന്റെ
ദൈവത്തിന്റെ തേജസ് കൂടെ ഇല്ല എങ്കിൽ, സാന്നിധ്യം കൂടെ ഇല്ല എങ്കിൽ, കർത്താവെ ഞങ്ങളെ എങ്ങും അയക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന മോശയെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. പിന്നെ നാം കണ്ടത് ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കുന്ന മോശ. ഈ ഒരു 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നാം പ്രാവർത്തികമാകുവാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതവും ഏറ്റവും വിജയകരമായി തീരുമെന്ന് ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്.